യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. 25 സങ്കീർത്തനം 14 വാക്യം. യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. യഹോവയുടെ സഹിത്വം, ഗോഡ്സ് സ്വീറ്റ് ഫെലോഷിപ്പ്, മധുരമുള്ള സഹിത്വം, മധുരമുള്ള കൂട്ടായ്മ. ജീവനുള്ള ദൈവവും മനുഷ്യനുമായുള്ള കൂട്ടായ്മയ്ക്ക് സങ്കീർത്തനക്കാരൻ കൊടുത്തിരിക്കുന്ന പേരാണ് മധുരമുള്ള ബന്ധമെന്ന്. കൂട്ടായ്മയെന്ന് നാം ധാരാളം കേൾക്കാറുണ്ട്. എന്നാൽ ദൈവമനുഷ്യനുമായുള്ള കൂട്ടായ്മയ്ക്ക് അനുഭവിച്ചവർ കൊടുത്ത പേരാണ് മധുരമുള്ള ഒരു കൂട്ടായ്മയാണത്, ഫെലോഷിപ്പാണത്. ഈ ഭൂമിയിലെ മനുഷ്യർ തമ്മിലുള്ളതായ കൂട്ടായ്മ എപ്പോഴും മധുരമാകണമെന്നില്ല. അതിലിഷ്ടക്കുറവും ഭിന്നതയും വൈരുദ്ധ്യവും എല്ലാം വന്നേക്കാം. എന്നാൽ ദൈവമനുഷ്യനുമായുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് അതെപ്പോഴും എക്കാലത്തും മധുരമുള്ള കൂട്ടായ്മയാണ്. ആ മധുരമുള്ള കൂട്ടായ്മയുടെ അനുഭവങ്ങൾ എന്തെല്ലാമാണ്? യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. ജീവനുള്ള ദൈവം ഇങ്ങോട്ട് വന്ന് സഹിത്വം തരുമെന്നാണ് പറയുന്നത്. ഭക്തന്മാരായി ജീവിക്കുന്നവരുമായി ബന്ധത്തിൽ കഴിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം സാധാരണ ചിന്തിക്കും, നാം അങ്ങോട്ട് ദൈവമായിട്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. തിരിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ സഹിത്വം ഭക്തന്മാർക്ക് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. എന്താണ് നിയമം? അവൻ തൻ്റെ പ്രോമിസസ്, ആ ഒരു മനുഷ്യന് വേണ്ടിയുള്ളതായ, അഥവാ മനുഷ്യനോട് വേണ്ടിയുള്ളതായ, അവൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ളതായ, നിത്യരാജ്യത്തിന് വേണ്ടിയുള്ളതായ, ഇളകാത്ത രാജ്യം പ്രാപിക്കുന്ന കാലത്തിലേക്ക് വേണ്ടിയുള്ളതായ അവൻ്റെ സ്വഭാവം സംബന്ധിച്ച്, അവൻ്റെ കുടുംബം സംബന്ധിച്ച്, അവൻ്റെ ആത്മാവിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ദൈവം അവൻ്റെ നിയമം, പ്രോമിസസ്, ദൈവം മനുഷ്യനെ വ്യക്തിപരമായി അറിയിച്ചുകൊണ്ടിരിക്കും. 29 അധ്യായം, ഇയ്യോബിൻ്റെ പുസ്തകം 29 അധ്യായം 4 വാക്യം വായിക്കാം. എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എൻ്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. ഇയ്യോബ് അയവർക്കൊണ്ട് പറയുകയാണ്, യഹോവയുടെ സഹിത്വം തനിക്ക് ഉണ്ടായിരുന്നു. ഇയ്യോബിൻ്റെ മക്കൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ആ മക്കൾ എൻ്റെ ചുറ്റും ഉണ്ടായിരുന്ന കാലത്ത്, യഹോവയുടെ സഹിത്വം ഉണ്ടായിരുന്ന കാലത്ത്, എൻ്റെ ഭവനത്തിൽ ദൈവം ഉണ്ടായിരുന്ന ആ കാലത്തെക്കുറിച്ചെല്ലാം ഓർത്ത് ഇയ്യോബ് വ്യസനിക്കുകയാണ്, വേദനിക്കുകയാണ്. വാസ്തവത്തിൽ ഇയ്യോബിൻ്റെ കൂടെ ദൈവമുണ്ട്. പിന്നെയും ദൈവം ഇയ്യോബിനെ കൈവിട്ടിട്ടില്ല. പക്ഷേ ഇയ്യോബിന് അനുഭവം തോന്നുകയാണ്, ദൈവം തന്നെ മറന്നു കളഞ്ഞു, ദൈവം തന്നോട് കൂട്ടായ്മ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇയ്യോബിൻ്റെ ചിന്ത. മനുഷ്യരായ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു ചിന്തയാണ്. ഒരു അത്യാഹിതം വന്നു, രോഗം വന്നു, കഠിനമായ ഏതെങ്കിലും ഒരു വേദനാ വിഷയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ മറന്നുപോയി, ദൈവം എന്നോടുള്ളതായ ബന്ധം കളഞ്ഞുവെന്ന്. പക്ഷേ വാസ്തവത്തിൽ ദൈവം മറന്നിട്ടില്ല. ദൈവം യോബുമായി സഹിത്വത്തിൽ തന്നെ കഴിയുവാനാണ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ആത്മീയ ജീവിതം ആരംഭിക്കുന്ന കാലത്ത് നമുക്ക് അപേക്ഷകളാണ് കൂടുതൽ. ദൈവത്തോട് ഒരുപാട് കാര്യങ്ങൾ നാം ചോദിക്കുന്നൊരു കാലമാണതെല്ലാം. ഒരുപാട് കാര്യങ്ങൾ നാം ചോദിക്കുന്നു. നമ്മുടെ പഠനം സംബന്ധിച്ച്, ജോലിക്കാരെ സംബന്ധിച്ച്, വിവാഹം സംബന്ധിച്ച്, നമ്മുടെ ഭവനം, അതിൻ്റെ പണികളെ സംബന്ധിച്ച് എന്ന് വേണ്ട. ഇപ്പോൾ ഒരു പ്രസംഗിക്കണം, ദൈവത്തിൻ്റെ വചനം പറയണം, കർത്താവേ അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു സാക്ഷ്യം പറയണം, അതെങ്ങനെ പറയാൻ പറ്റും? മറ്റുള്ളവരോട് എൻ്റെ അനുഭവം പറയണം, അതെങ്ങനെ പറയാൻ പറ്റും? എല്ലാ കാര്യത്തിനും ദൈവത്തോടിങ്ങനെ ധാരാളം നമ്മുടെ ആവശ്യങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടമാണ്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, അതൊരു സജീവമായ ഒരു ബന്ധത്തിൻ്റെ കാലമാണ്. വീണ്ടും ജനനത്തിൻ്റെ ആ കാലമെന്നെല്ലാം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു, ഞാൻ മാനസാന്തരപ്പെട്ട കാലത്ത് 35 വയസ്സിലാണ്. അന്ന് എനിക്ക് എൻ്റെ വയറിൽ ശക്തമായ വേദനയുണ്ട് ചില സമയത്തൊക്കെ. അന്ന് രാവിലെ ബസ്സിൽ കയറിയാൽ 1.5 മണിക്കൂർ ബസ്സിൽ, ആ തിരക്കുള്ള ബസ്സിൽ കമ്പിയെ പിടിച്ച് തൂങ്ങി നിൽക്കണം.
എങ്കിലേ ജോലി സ്ഥലത്ത് എത്തുകയുള്ളൂ. ഇരിക്കാൻ സ്ഥലമൊന്നും കിട്ടാറില്ല. പക്ഷേ അങ്ങനെ ആ കമ്പിയെ തൂങ്ങി നിൽക്കുമ്പോഴും വയറ് നല്ല വേദന അനുഭവപ്പെടും. അപ്പോൾ ഞാൻ തന്നെത്താൻ ഓർക്കാറുള്ളൊരു കാര്യമുണ്ട്. എന്നെ ഒരാൾ വിലയ്ക്ക് മേടിച്ചതാ, എന്നെ ഒരാൾ രക്തം കൊടുത്ത് വിലയ്ക്ക് മേടിച്ചതാ, എന്നെ കർത്താവായ യേശു വിലയ്ക്ക് മേടിച്ചതാ. അതുകൊണ്ട് അവൻ നിശ്ചയിക്കട്ടെ ഇനി എന്താ വേണ്ടതെന്നുള്ളത്. എൻ്റെ രോഗം എന്താണെന്ന് അവൻ തന്നെ നിശ്ചയിക്കട്ടെ, ഭാവി എന്താണെന്ന് അവൻ തന്നെ നിശ്ചയിക്കട്ടെ എന്നെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്തതായ ആ കാലം ഞാൻ ഓർത്തു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, എപ്പോഴും നാം ഓർക്കുക, ദൈവം ആ സഹിത്വം എന്നുവെച്ചാൽ നമ്മളോട് സംസാരിക്കാനായിട്ട്, വിശ്വാസിയോട്, ഭക്തനോട് സംസാരിക്കാൻ ദൈവത്തിന് ആഗ്രഹം കൂടുതലാണ്. ദൈവം എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 25-ാം സങ്കീർത്തനം അതിൻ്റെ ആദ്യത്തെ 1-2 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. യഹോവേ, നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. ദാവീദ് ദൈവത്തിങ്കിലേക്ക് മനസ്സുയർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എപ്പോഴും പ്രാർത്ഥിക്കുന്ന എല്ലാവരും ദൈവത്തിങ്കിലേക്ക് മനസ്സുയർത്താറില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ദാവീദ് മനസ്സുയർത്തി പ്രാർത്ഥിക്കുകയാണ്. ചില സന്ദർഭങ്ങൾ നമുക്കുണ്ട്, വേദപുസ്തകം നമുക്ക് സങ്കീർത്തനങ്ങൾ വായിച്ചാൽ കാണാം. ചില സമയത്തെല്ലാം ദാവീദ് ഞാൻ ദൈവത്തിങ്കിലേക്ക് മനസ്സുയർത്തുന്നു എന്ന് പറയാൻ സാധിക്കും. പ്രിയപ്പെട്ടവർ, എന്താണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ദാവീദ്? അതിന് 4-ാമത്തെ വാക്യം എന്താണ്? 4-ാമത്തെ വാക്യം, യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ എന്ന് വെച്ചാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നെ അറിയിച്ചു തരണം. നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണം. ഞാൻ എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരണം. ഞാൻ എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാക്കി തരണം. സഹോദരങ്ങളെ, എല്ലാത്തിനും അങ്ങ് ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ഒരു കാര്യവും സ്വന്തമായി പ്ലാൻ ചെയ്യുന്നില്ല, ഒരു കാര്യവും സ്വന്തം ഇഷ്ടം പോലെ ചെയ്യുന്നില്ല. എല്ലാം ദൈവത്തോട് ആലോചന ചോദിക്കുക. ദൈവമേ, എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് പോകേണ്ടത്? ഏത് കാര്യമാണ് ചെയ്യേണ്ടത്? ഏത് രീതിയിലാണ്? ഏത് പരീക്ഷ എഴുതേണ്ടത്? ഏത് പേപ്പറാണ് നോക്കേണ്ടത്? എവിടെയാണ് പരീക്ഷയുണ്ട്? ഏത് ലെസനാണ് വായിക്കേണ്ടത്? ഏത് കമ്പനിയിലേക്കാണ് അപേക്ഷിക്കേണ്ടത്? ഏത് കോഴ്സിനാണ് ചേരേണ്ടത്? എല്ലാത്തിനും ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എത്ര ശ്രേഷ്ഠമായ ജീവിതം ഞാൻ ഓർത്തു പോവുകയാണ്. അങ്ങനെയുള്ളതായ ഒരു ജീവിതം, എല്ലാത്തിനും ദൈവത്തോട് ആലോചന ചോദിച്ച് ജീവിക്കുന്ന ജീവിതം. കാരണം മനുഷ്യൻ മുതിർന്നു വരുന്തോറും, ഭക്തനായി തീരുന്തോറും ഇത് ആവശ്യമായിട്ട് വരും. കാരണം മനസ്സാന്തരപ്പെടുന്നതിന് മുമ്പ് ഇഷ്ടം പോലെ ചെയ്യാം, ഇഷ്ടം പോലെ ജീവിക്കാം, എങ്ങോട്ടും പോകാം, ഏത് ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടാം, എന്തും കഴിക്കാം, എന്തും ആഹാരം കഴിക്കാം, എന്തും കാണാം, എന്തും കേൾക്കാം, ഏത് വിനോദത്തിനും പോകാം, ഏത് കൂട്ടും കൂടാം. പക്ഷേ വൺസ് ക്രൈസ്റ്റ് ഇൻ ഹ്യൂമൻ ഹാർട്ട്സ്, ഹൃദയത്തിൽ യേശു വന്നു കഴിഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപമായി, എൻ്റെ ഹൃദയത്തിൽ വിലതീരാത്ത ക്രിസ്തുവായി. പിന്നീട് ഞാൻ സൂക്ഷിക്കേണ്ടതായ ഉത്തരവാദിത്വം എനിക്കുണ്ട്. നമുക്കറിയാം, നമ്മൾ വിവാഹപ്രായമൊക്കെ ആയ കാലത്ത് എൻ്റെ മുറിയിൽ ഞാൻ ജീവിക്കുന്നു. എൻ്റെ മുറിയിൽ മേശപ്പുറത്ത് പല കാര്യങ്ങൾ കിടക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ വിവാഹം കഴിച്ച് എൻ്റെ ഭാര്യയും കൂടെ എൻ്റെ ജീവിതം കൂടെ വന്നു കഴിയുമ്പോൾ എൻ്റെ മുറിയുടെ മേശപ്പുറത്ത് എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ളത് വേറൊരാളും കൂടെ കാണും, വേറൊരാളും കൂടെ ശ്രദ്ധിക്കും. പഴയതുപോലെ സാധിക്കുകയില്ല. എനിക്ക് മക്കളുണ്ടായി. എൻ്റെ കുഞ്ഞുങ്ങൾ അല്പം വലുതായി കഴിഞ്ഞപ്പോൾ എൻ്റെ മുറിയിൽ, അഥവാ എൻ്റെ മേശപ്പുറത്തോ എൻ്റെ മുറിയിലോ ഏതെങ്കിലും അവർ കാണാൻ മേലാത്ത കാര്യങ്ങൾ ഞാൻ മൂലം ഉണ്ടാകാൻ പാടില്ല. ഞാനത് ശ്രദ്ധിക്കണം. കാരണം എൻ്റെ മക്കൾ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവർ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത വർദ്ധിച്ചു വരും. കർത്താവിനോട് ചേർന്ന് യഹോവയുടെ സഹിത്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വാക്കും നമ്മുടെ പെരുമാറ്റവും എല്ലാം സൂക്ഷ്മതയേറിയതായിരിക്കണം. അതാണ് സഹിത്വം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഭവനങ്ങളിൽ തന്നെ ഒരു ഭാര്യയെ നാം ചിന്തിച്ചാൽ, 1 ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന ഒരു ഭർത്താവിനേക്കാൾ അവൾക്ക്, ഒരു ഭാര്യയ്ക്ക് സന്തോഷം തന്നോടുകൂടെ കുറച്ചു നേരമെങ്കിലും ഇരുന്ന് സംസാരിക്കാനും സമയം കിട്ടുന്ന ഒരു ഭർത്താവിനോട്
ഭാര്യയ്ക്ക് ഇഷ്ടം കൂടുതലായിരിക്കും, ഭർത്താവിന് ശമ്പളം കുറവായിരിക്കും. പക്ഷേ ഭാര്യയോടുകൂടെ സംസാരിക്കാനും സഹിത്വത്തിനും കൂടുതൽ സമയമുണ്ട്. മറ്റൊരു ഭർത്താവിന് ശമ്പളം കൂടുതലാണ്, പക്ഷേ ഭാര്യയുടെ കൂടെ ഒന്നും മിണ്ടാനോ ഇരിക്കാനോ നേരമില്ല. ആരോടായിരിക്കും ഒരു ഭാര്യയ്ക്ക് താല്പര്യം കൂടുതൽ? അതുപോലെ തന്നെ തിരിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഒരു സൗന്ദര്യമുള്ള ഭാര്യയേക്കാൾ കൂടുതൽ ഒരു ഭർത്താവ് ഇഷ്ടപ്പെടുന്നത് തന്നിലുള്ള നന്മയുടെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു ഭർത്താവിലൊരു നന്മയുണ്ടെങ്കിൽ ആ ഒരു കണിക അല്പമേ കാണുകയുള്ളൂ വിചാരിക്കുക, ആ കണികയെങ്കിലും കണ്ടുപിടിച്ച് ആ ഭർത്താവിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭാര്യയായിരിക്കും ആ ഭർത്താവിനിഷ്ടം. ഭാര്യയുടെ സൗന്ദര്യത്തെക്കാളോ അവൾ കൊണ്ടുവരുന്ന സ്ത്രീധന തുകയേക്കാളോ കൂടുതൽ ആ ഭർത്താവ് ആഗ്രഹിക്കുന്നത് തൻ്റെ അല്പമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭാര്യയായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് എങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റും? അവർക്ക് വില കൂടിയ ഹോട്ടൽ ഭക്ഷണം മേടിച്ചു കൊടുത്തോ, അവർ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയോ നമുക്ക് മാതാപിതാക്കന്മാരെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ? മറിച്ച് അതിനേക്കാൾ അവർക്ക് സന്തോഷം കിട്ടുന്നത് അവരോടുകൂടെ കുശലം പറയുകയും അവരോടുകൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമെങ്കിൽ മാതാപിതാക്കന്മാർക്ക് കൂടുതൽ സന്തോഷമായിരിക്കും. നമ്മുടെ മക്കളെ എങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റും? 1 കോടിയോ 2 കോടിയോ രൂപ മുടക്കി വീടുണ്ടാക്കി എന്നുള്ളത് കൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മളോട് സന്തോഷം തോന്നുമോ? 2 കോടിയുടെ 3 കോടിയുടെ വീടപ്പം പണിതു എന്നുള്ളതിനെ കൊണ്ട് ഏതെങ്കിലും മക്കൾക്ക് അപ്പനോട് സന്തോഷം കൂടുമോ? ഒരിക്കലും കൂടുകയില്ല. മറിച്ച് അപ്പൻ വീട്ടിൽ സ്നേഹത്തോടെ ഇടപെടുകയും ഭവനത്തിലുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരാത്മീയ അന്തരീക്ഷം ഉണ്ടാക്കി പ്രാർത്ഥനയിലും വചനകേൾവിയിലെല്ലാം ജീവിക്കുമെങ്കിൽ തീർച്ചയായും മക്കൾക്കും ആ അപ്പനോട് സ്നേഹമുണ്ടായിരിക്കും. ദൈവമക്കളെ, അങ്ങനെയാണ് സഹിത്വം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ മനുഷ്യനതിൽ താല്പര്യമില്ല. മനുഷ്യന് നിൻ്റെ ഇഷ്ടം വരണമേ നാം പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ഇഷ്ടം വരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം വരണമെന്നാണ്. പക്ഷേ തന്നിഷ്ടമാണ് ഇഷ്ടം, ദൈവ ഇഷ്ടമല്ല താല്പര്യമുള്ള വിഷയം. അത് വെറൊരു പ്രാർത്ഥനാ വിഷയമാണ്. അതൊരിക്കലും നടത്താൻ ആഗ്രഹമില്ല, അതൊരിക്കലും അംഗീകരിക്കാൻ താല്പര്യമില്ല. അംഗീകരിക്കാനും നടത്താനും ഇഷ്ടം തന്നിഷ്ടമാണ്. എൻ്റെ ഇഷ്ടം, തന്നിഷ്ടം. തന്നിഷ്ടമെന്ന വാക്കിന് ഒരു ഭക്തൻ കൊടുത്തിരിക്കുന്നതായ ഒരു നിർവചനമുണ്ട്. തന്നിഷ്ടമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിന് ചുറ്റും പിശാച് ഒരു വേലി കെട്ടുന്ന എന്നതിനാണ്. പിശാച് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിന് ചുറ്റും ഒരു വേലി കെട്ടുന്നു. ആ വേലിക്കെട്ടിനകത്തേക്ക് ദൈവത്തിൻ്റെ ആലോചനയോ ദൈവത്തിൻ്റെ വചനമോ ദൈവിക അംശമോ അല്പം പോലും ആ ഹൃദയത്തിലേക്ക് കയറാത്ത അവസ്ഥയിൽ മനുഷ്യൻ്റെ ഹൃദയത്തിന് ചുറ്റും പിശാച് ഒരു വേലി കെട്ടുന്നു. ആ അവസ്ഥയ്ക്കാണ് തന്നിഷ്ടം എന്ന് പറയുന്നത്. തന്നിഷ്ടം. അങ്ങനെയുള്ള മനുഷ്യൻ അവനവൻ്റെ ഇഷ്ടം മാത്രമേ ചെയ്യുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് പ്രകാരമാണ് ജീവിക്കുന്നത്? തന്നിഷ്ടപ്രകാരമാണോ ദൈവ ഇഷ്ടപ്രകാരമാണോ? നിങ്ങളുടെ നടപ്പും നിങ്ങളുടെ യാത്രയും നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ ബന്ധങ്ങളും എല്ലാം തന്നിഷ്ടപ്രകാരമാണോ ദൈവ ഇഷ്ടപ്രകാരമാണോ? നിങ്ങളുടെ ശരിയാണോ അതോ ഞാൻ ഏത് വഴി പോകണമെന്ന് ദൈവത്തോട് ആലോചന ചോദിച്ചാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? എപ്പോഴും നമ്മൾ ഓർക്കുക, അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്ന പോലെ ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നുള്ളതും ദൈവമല്ലോ തിരുവള്ളമുണ്ടായിട്ട് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ദൈവമാണ് നമ്മൾ ചെയ്തു തരേണ്ടത്. നമ്മുടെ ആഗ്രഹവും നമ്മുടെ നടപ്പും നമ്മുടെ ചിന്താഗതിയും നമ്മുടെ മനോഭാവവും ദൈവത്തിൻ്റെ ഇച്ഛപ്രകാരമാകണം. ദൈവം ഇച്ഛിക്കുന്നതായിരിക്കണം നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം. സഹോദരങ്ങളെ, ഇതൊരു എളുപ്പമുള്ള കാര്യമല്ല. ഒരു ഭക്തൻ്റെ ജീവിതം എന്ന് പറയുന്നത് അല്പം പോലും എളുപ്പമുള്ളതായ ഒരു കാര്യമല്ല. ദൈവത്തിന് സ്തോത്രം. കാരണം നമുക്കറിയാം, ഭക്തന്മാർ ഭൂമിയിൽ ഇല്ലാതെ പോകുന്നു. യെശയ്യാ പ്രവചനം 57-ാം അധ്യായം എടുക്കാം. 57-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം.
യെശയ്യാ 57:1. നീതിമാൻ നശിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല. ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു, നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നു എന്ന് ആരും ഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നാം എന്താണ് വായിച്ചത് അവിടെ? അതൊരല്പം ഗൗരവമുള്ളതായ ഒരു കാര്യമാണ്. നീതിമാൻ നശിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല. ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു, നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നു, ആരും ഗ്രഹിക്കുന്നില്ല. അവൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഭക്തന്മാരായതുകൊണ്ട് ഭക്തന്മാരെ ദൈവം തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്നു. അഥവാ ഒരു ഭക്തിയോടെ ജീവിക്കുന്ന മനുഷ്യന് മരിച്ചവരെല്ലാവരും തന്നെ മരണം സംഭവിച്ചതിൽ ദുഃഖിക്കുന്നവരല്ല. ഈ ഭൂമിയിൽ മരിച്ചുപോയ മനുഷ്യരെല്ലാവരും തങ്ങൾ മരിച്ചുപോയല്ലോ എന്നോർത്ത് പിന്നീടുള്ള ജീവിതത്തിൽ ദുഃഖിക്കുന്നവരല്ല. കാരണം അത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയായിരുന്നു. അതോട് ചേർന്ന് ഞാൻ ചിലപ്പോഴെല്ലാം ഇങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട്. തെറ്റല്ലാത്തതായ ഒരു ചിന്ത. കർത്താവായ യേശുവിനെ ഒറ്റുകൊടുത്തതായ യൂദസ്കറിയോത്ത, അവൻ ആ ജീവിച്ചിരുന്ന കാലത്ത് അവനൊരു കഠിന രോഗം വന്നിരുന്നെങ്കിൽ അവൻ തീർച്ചയായും കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവ് അവന് സൗഖ്യം കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഒന്ന് സ്നേഹിക്കാനുള്ളതായ ഒരവസരം അവനുണ്ടാകുമായിരുന്നു. അവൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ളതായ ഒരു ചാൻസ് അവന് കിട്ടുമായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അവനൊരു കേടും കെടുതിയും ഉണ്ടായില്ല. അതുകൊണ്ട് അവൻ്റെ തന്നിഷ്ടപ്രകാരം അവൻ പോയി. ദൈവമക്കളെ, ഞാൻ ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ജീവനുള്ള ദൈവം പലരെയും ഈ ഭൂമിയിൽ നിന്ന് മാറ്റിയതിനെക്കുറിച്ച് പ്രവാചകൻ ഓർപ്പിക്കുന്നതാണ് നാം വായിച്ചതായ വേദഭാഗം. ദൈവമക്കളെ, ഒന്ന് നാം ഓർത്ത് നോക്കുക. നമ്മുടെ ജീവിതം ദൈവേഷ്ടപ്രകാരം യഹോവയുടെ സഹിത്വത്തിൽ ജീവിക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? 25-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ദൈവത്തിന് സ്തോത്രം. എന്താണ് നാം വായിച്ചത് അവിടെ? ദൈവത്തിൻ്റെ ആലോചന പ്രകാരം എല്ലാം ചെയ്യണം. ദൈവമക്കളെ, എന്താണ് ഇതിൻ്റെ കാരണം? എനിക്ക് കൊച്ചുമക്കളുണ്ട്. എൻ്റെ ഒരു കൊച്ചുമകൻ എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം ചെയ്താൽ അത് അവന് ദോഷമാണ്. അത് അവന് ദോഷം ചെയ്യും, അവന് പാപമായി തീരുവത്. പക്ഷേ അത് എനിക്ക് ദോഷം ചെയ്യുകയില്ല. എൻ്റെ കൊച്ചുമകനൊരു പാപം ചെയ്തു, അത് അവന് ദോഷമാണ്, അവന് ശാപമാണ്. പക്ഷെ അത് എനിക്ക് ദോഷം ചെയ്യുകയില്ല. മറിച്ച് ഞാനൊരു പാപം ചെയ്താലോ, അവൻ്റെ ഗ്രാൻഡ് ഫാദറായ ഞാനൊരു പാപം ചെയ്താലോ, അതെനിക്കും ദോഷം, എൻ്റെ മകനും ദോഷം, എൻ്റെ തലമുറയ്ക്കും ദോഷം, എൻ്റെ കൊച്ചുമക്കൾക്കും ദോഷം. അതാർക്കെല്ലാം ദോഷം ചെയ്യും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആലോചന വിട്ട് മനുഷ്യൻ പോകരുതെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം തന്നെ മനുഷ്യൻ ജീവിച്ചില്ലെങ്കിൽ അവൻ്റെ മേലുള്ളതായ പാപം തലമുറകളിലേക്ക് കൈമാറിപ്പോകുന്നു. ശാപം തലമുറയിലേക്ക് ഒഴുകി ഇറങ്ങി പോവുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ സഹിത്വത്തിന് വേണ്ടി കൊതിക്കുന്നവരായിരിക്കണം. നിങ്ങൾ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നവരാകരുത്. കാരണം നിങ്ങൾ സമ്പാദിക്കുന്ന കഷ്ടങ്ങൾ തലമുറയ്ക്ക് കേടുവരുത്തുമെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം ഓരോരുത്തരും ജീവിക്കാൻ. സഹോദരങ്ങളെ, ഇതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്. ഒരു ഭക്തനായി ജീവിക്കുക. സ്വർഗീയ ഭണ്ഡാരത്തെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ അത് സ്വന്തം ഭണ്ഡാരമായി കണ്ടുകൊണ്ട് ആ ദൈവത്തോടുള്ള ബന്ധം അതെൻ്റെയും കൂടെയാണ്. ആ ഉറപ്പോടുകൂടെ ജീവിക്കുന്ന ജീവിതം ഈ ഭൂമിയിൽ മാത്രമല്ല, വരാനുള്ള നഗരത്തിനായി, ഇളകാത്ത രാജ്യത്തിനായി കാത്തിരിക്കുന്ന ഒരു ഭക്തൻ്റെ ജീവിതം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവരോടാണ് ദൈവത്തിന് സംസാരിക്കാനുള്ളത്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. യിരെമ്യാ 31:1 മുതൽ. നിരാശ കുഴിയിൽ കിടക്കുന്ന മനുഷ്യരോട്, ആശയറ്റുപോയ മനുഷ്യനോട് എന്താണ് ദൈവത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ആ കാലത്ത് ഞാൻ ഇസ്രയേലിൻ്റെ സകല വംശങ്ങൾക്കും ദൈവമായും
അവർ എനിക്ക് ജനമായി ഇരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ജീവനുള്ള ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിലെ ഓരോ കുടുംബത്തിനും ദൈവമായിരിക്കും. ഓരോ വ്യക്തികൾക്ക് മാത്രമല്ല, ഓരോ കുടുംബത്തിനും ഞാൻ ദൈവമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം എൻ്റെ കുടുംബത്തിൻ്റെ ദൈവം, ജീവനുള്ള ദൈവം എൻ്റെ ഭവനത്തിൻ്റെ ദൈവം. എത്ര ശ്രേഷ്ഠമായ ചിന്ത! ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനിങ്ങനെയൊരു കഥ പോലെ ഒരു സംഭവമായിരിക്കാം കേട്ടിട്ടുണ്ട്. ഒരപ്പൻ ഈ വാക്യം യോശുവയുടെ പുസ്തകം 24:15 ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നുള്ള വാക്യം ഒരു നല്ല തകിടിൽ എഴുതി തൻ്റെ മുറിയിൽ വെച്ചിരുന്നു. അദ്ദേഹം അത് ആഗ്രഹിച്ചു, താനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കുമെന്ന്. പക്ഷേ നാളുകൾ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ, ആ കഥയിൽ പറയുന്ന മാത്യു എന്നാണ്, ആ മകൻ മാത്രം കർത്താവിനെ സ്വീകരിച്ചിട്ടില്ല. ഒരു ദിവസം ആ മകനും ഈ അപ്പനും കൂടി ആ മുറിയിലിരിക്കുമ്പോൾ അപ്പൻ ആ മകനോട് പറഞ്ഞു, മോനെ മാത്യു, ഞാനിങ്ങനെ ആഗ്രഹത്തോടെ എഴുതി വെച്ചു, ഞാനും എൻ്റെ കുടുംബവുമോ യഹോവയെ സേവിക്കുമെന്ന്. പക്ഷേ നിൻ്റെ ജീവിതം ഇത്രത്തോളം കണ്ടു, ഞാനും മരണത്തോടടുത്തു. അതുകൊണ്ട് ഞാൻ ആ വാക്യം ഒന്ന് അല്പം വ്യത്യാസപ്പെട്ട് എഴുതാൻ ആഗ്രഹിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും എന്നുള്ളിടത്ത് ഞാനും എൻ്റെ കുടുംബവും മാത്യു ഒഴികെ ദൈവത്തിൽ ആശ്രയിക്കും, യഹോവയെ സേവിക്കും എന്ന് എഴുതാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ മകൻ്റെ ഹൃദയം തകർന്നു. അവനവിടെ മുട്ടുകുത്തി ജീവനുള്ള കർത്താവിൻ്റെ മുമ്പിൽ അവൻ്റെ ജീവിതം സമർപ്പിച്ചു. അപ്പനും മകനും ആലിംഗനം ചെയ്ത് കരഞ്ഞു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്താണ് പ്രവാചകനായ യിരെമ്യാവ് പറഞ്ഞത്? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വാളിനെതിറ്റ് ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. പഴയ നിയമ ഇസ്രായേലിൻ്റെ ചരിത്രമാണത്. ഫറവോൻ്റെ നാട്ടിൽ കിടന്ന് അവർ നിലവിളിക്കുമ്പോൾ ജീവനുള്ള ദൈവം അവർക്ക് ഒരു കൃപ കൊടുത്തു. വേദനിക്കുന്നവർക്ക് ദൈവം ഒരു കൃപ കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 3-ാമത്തെ വാക്യം എന്താണ്? യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്നതും ദൈവം എന്നെ വിളിച്ചതും നിങ്ങളെ വിളിച്ചതും എല്ലാം അവൻ്റെ സ്നേഹത്തിൻ്റെ പേരിലാണ്. സ്നേഹം മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ളത്. ദൈവത്തിൻ്റെ സ്നേഹമല്ലാതെ പ്രിയപ്പെട്ടവരെ, ദൈവം എന്നെ വിളിച്ചതിനോ നിങ്ങളെ വിളിച്ചതിനോ കാൽവരിയിൽ തൻ്റെ പുത്രനായ യേശുവിനെ അർപ്പിച്ചതിനോ വേറെ യാതൊരു കാരണവുമില്ല, വേറെ യാതൊരു അതിൻ്റെ പിന്നിൽ സത്യവുമില്ല. ഒരേ ഒരു കാരണം മാത്രം, ഒരേ ഒരു വസ്തുത മാത്രം, ജീവനുള്ള ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് മാത്രം. നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, നാം എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നറിയുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് തന്നെ. നാം ഒരു ഡോക്ടറെ കാണാൻ പോകുന്നു. ഡോക്ടർ നമ്മുടെ കൈത്തണ്ട പിടിച്ച് നാഡി പരിശോധിക്കുന്ന അഥവാ പൾസ് നോക്കുന്നു. ആ ഡോക്ടർ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നു. എത്രമാത്രം നമ്മുടെ ഹൃദയം സ്ട്രോങ് ആണ്, ശക്തിയുള്ളതാണ് എന്ന് അറിയുവാൻ വേണ്ടി പൾസ് നോക്കുന്നത് പോലെ ജീവനുള്ള ദൈവം നമ്മുടെ സ്നേഹത്തെ അളന്നു നോക്കുന്നു. ജീവനുള്ള ദൈവം നമ്മുടെ സ്നേഹത്തെ അളന്നു നോക്കുന്നു. എത്രമാത്രം മോനെ നീ എൻ്റെ സഹിത്വം ആഗ്രഹിക്കുന്നുണ്ട്, എത്രമാത്രം നിനക്കെന്നോട് സ്നേഹമുണ്ട് എന്ന് ദൈവം ചോദിക്കുന്നു. എൻ്റെ 4-ാമത്തെ വാക്യപ്രകാരമാണ്, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. പ്രിയപ്പെട്ടവരെ, അഭിവൃദ്ധി തരുന്ന ആ ഒരു ദൈവം, അഭിവൃദ്ധി നഷ്ടപ്പെട്ടവരാരെല്ലാം ഉണ്ട്, ആരോഗ്യം നഷ്ടപ്പെട്ടവരാരെല്ലാം ഉണ്ട്, സമാധാനം നഷ്ടപ്പെട്ടവരാരെല്ലാം ഉണ്ട്, സന്തോഷം നഷ്ടപ്പെട്ടവരാരെല്ലാം ഉണ്ട്, ദൈവം തന്നതെല്ലാം കളഞ്ഞു കുളിച്ചവരാരെല്ലാം ഉണ്ട്. അവരോടാണ് ദൈവം പറഞ്ഞത്, പ്രവാചകൻ മുഖാന്തരം എല്ലാം നഷ്ടപ്പെട്ടു പോയ ഇസ്രായേലിനോടാണ് ദൈവം പറഞ്ഞത്, ഞാൻ എല്ലാം മടക്കിത്തരും, ഞാൻ അഭിവൃദ്ധി മടക്കിത്തരും, ഞാൻ സമാധാനം മടക്കിത്തരും, ഞാൻ സന്തോഷം മടക്കിത്തരും. പ്രിയ ദൈവത്തിലെ നിനക്ക് മടക്കിത്തരുന്ന ഒരു ദൈവമുണ്ട്. നീ ആത്മാർത്ഥയോടടുത്തേക്ക് വന്നാൽ എല്ലാം നിനക്ക് മടക്കി കിട്ടും. അവൻ്റെ സഹിത്വം നിനക്ക് മടക്കി കിട്ടും. നിൻ്റെ
നഷ്ടപ്പെട്ടു പോയ സകല സമാധാനവും നിനക്ക് മടക്കി കിട്ടും. നിനക്ക് സൗഖ്യം മടക്കി കിട്ടും. നിനക്ക് വിശ്വാസം മടക്കി കിട്ടും. നിനക്ക് സ്നേഹം മടക്കി കിട്ടും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ലവനായ കർത്താവിനോട്, നമുക്ക് വേണ്ടി ജീവൻ തന്നവനായ യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ തിരുവചനം മുഖാന്തരം ഞങ്ങളെ ധന്യരാക്കിയ ദൈവമേ, ഞങ്ങളുടേതായ ഇസ്രായേൽ കന്യകയ്ക്കെല്ലാം നഷ്ടപ്പെട്ടതുപോലെ എനിക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന കർത്താവേ, എനിക്ക് മടക്കി തരണമേ. എൻ്റെ ഭവനത്തെ സന്ദർശിക്കണമേ. എൻ്റെ തലമുറയെ സന്ദർശിക്കണമേ. ഞാൻ മൂലം എൻ്റെ തലമുറയ്ക്ക് കേടുവരാതിരിക്കാൻ തക്കവണ്ണം സൂക്ഷ്മതയോടെ ജീവിപ്പാൻ, ഇടത്തോട്ട് വലത്തോടെ തിരിയുമ്പോൾ ദൈവത്തിൻ്റെ മുഖമന്വേഷിച്ച് ജീവിപ്പാൻ എനിക്ക് പ്രാപ്തി തരണമേ. സമർപ്പണം തരണമേ. അനുഗ്രഹിക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേട്ടുത്തരം തരുമാറാകണമേ. ആമീൻ.